നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ് മുന്നണികളുള്ളത്. അതിൽ തന്നെ കോഴിക്കോട് ജില്ല ഇത്തവണ ഏറ്റവും പ്രസക്തമാകുന്നത്. ഈ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകളുടെ നിലയായിരിക്കും ഇത്തവണത്തെ ഭരണം നിർണ്ണയിക്കുക എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇതിൽ കോഴിക്കോട് ജില്ലയിലെ LDFിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. മെഹബൂബ്, എങ്ങനെയാണ് കോഴിക്കോട് LDFിൻ്റെ പ്രതീക്ഷകൾ? കോഴിക്കോട് കഴിഞ്ഞ 2021 2016 കേരള നിയമസഭയിൽ ഭരണം നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ജില്ലയാണ്. ഈ തവണ മൂന്നാം തവണയും LDF അധികാരത്തിൽ വരും. കഴിഞ്ഞ 2 ടേമിനേക്കാളും വലിയ എണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മെമ്പർമാരും ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പർമാരായി കേരള നിയമസഭയിൽ എത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ മണ്ഡലത്തിലുടനീളം കണ്ടുവരുന്നത്. ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് UDF അവരുടെ ഒരു പ്രതീക്ഷ പങ്കുവച്ചത് 8 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. അവരുടെ ബത്തേരി ക്യാമ്പിലുൾപ്പെടെ AICCയുടെ നേതൃത്വത്തിൽ ബത്തേരി ക്യാമ്പിലുൾപ്പെടെ അവർ പങ്കുവച്ചത്. അവരിപ്പോഴും ആ ആത്മവിശ്വാസം അതിൽ കൂടുതലൊക്കെ പ്രകടിപ്പിക്കുന്നു. അവർക്ക് ആത്മവിശ്വാസം 4-ാം തീയതി വരെ കൊണ്ടു നടക്കാം. അവർ കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കുള്ള അനുഭവം സാധാരണ അവർ സ്ക്വാഡുകൾ ഇറങ്ങാറില്ല. സ്ക്വാഡുകളെല്ലാം ഇറങ്ങിയപ്പം ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം കേട്ട് സ്ക്വാഡുകളെല്ലാം ഇടക്ക് വെച്ച് നിർത്തിപ്പോയ അനുഭവങ്ങളാണ് പല മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞത്. കാരണം ജനങ്ങൾ പഴയ പോലെയല്ല, തുറന്നടിച്ച് ഞങ്ങൾ LDFന് തന്നെ വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രതീതി ഇത്തവണ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണത്തെ സ്ക്വാഡിൻ്റെ വളരെ കാര്യമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അവരാദ്യം പ്രതീക്ഷിച്ചത് അതെല്ലാമാണെങ്കിൽ തിരിച്ചാണ് വോട്ടർമാരുടെ പ്രതികരണവും വോട്ടർമാർ 9-ാം തീയതി ചെയ്യാൻ പോകുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും നിലവിലെ MLAമാരാണ്, ഒരു ടേമായവരാണ്. അവരെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ആ മണ്ഡലങ്ങളിലെ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് അവർ കാണുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്നവരായി, ഏത് കാര്യങ്ങളും പറയേണ്ടവരായി അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം തികച്ചും വസ്തുതാപരമാണ്. അത് റിയലായിട്ട് നടക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDF തരംഗമുണ്ടായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് 2 സീറ്റുകളാണ് LDFന് നഷ്ടമായത്. ഒന്ന് കൊടുവള്ളിയും ഒന്ന് വടകരയും. ഇത്തവണ ആ 2 സീറ്റുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും? ആ 2 സീറ്റിലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. വടകരയിൽ എന്തായാലും ഞങ്ങൾ ജയിക്കും. കൊടുവള്ളി ഞങ്ങൾ LDF UDF തമ്മിലുള്ള ബലാബലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിനകത്ത് വലിയ ഡിഫറൻസ് ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ആ ഡിഫറൻസിനെ എല്ലാം കവച്ച് വെക്കുന്ന രീതിയിൽ ലീഗ് അണികളും ലീഗ് വോട്ടർമാരും നിഷ്പക്ഷ വോട്ടർമാരുമെല്ലാം LDFൻ്റെ സ്ഥാനാർത്ഥിയെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി വലിയ രീതിയിലുള്ള ജനസേവനം നടത്തുന്ന, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമതത്തിനും എല്ലാം അതീതമായ ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളൊരു അംഗീകാരം അദ്ദേഹത്തിന് നാട്ടിലുണ്ട്, മണ്ഡലത്തിലുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുവള്ളി ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 13-13 എല്ലാ ആശംസകളും. വലിയ പ്രതീക്ഷയാണ് CPIMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വടകര ഉറപ്പായും തിരിച്ചു പിടിക്കും. ഒപ്പം തന്നെ കൊടുവള്ളിയും ജയിക്കാനുള്ള സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ 13-13 നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TKയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.